bad boys, what you gonna do? What you gonna do when they come for you? Yes, അങ്ങനെ ഫൈനലി അവർ തിരിച്ച് വന്നിരിക്കുക തന്നെയാണ് ബാഡ് ബോയ്സിന്റെ ഏറ്റവും പുതിയ ഫിലിം ആയിട്ടുള്ള റൈഡ് ഓർ ഡൈയിൽ കൂടി തന്നെ. ആൻഡ് ഇത് ബാഡ് ബോയ്സ് ഫ്രാഞ്ചൈസിലേക്ക് തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ സിനിമയും കൂടി തന്നെയാണ്. സോ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ടൈമൊന്നും കളയുന്നില്ല. ഓൾറെഡി കുറേ ക്രിഞ്ചൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ, ഈ ടൈറ്റിൽ സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ സിനിമയ്ക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. കാരണം മൂന്നാമത്തെ സിനിമയുടെ ടൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ബാഡ് ബോയ്സ് ഫോർ ലൈഫ് എന്നായിരുന്നു ആ ഒരു സിനിമയുടെ ആ ഒരു ടൈറ്റിൽ. ആൻഡ് ഇതായിരുന്നു നാലാമത്തെ സിനിമ. സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതിനല്ലായിരുന്നില്ലേ ബാഡ് ബോയ്സ് ഫോർ ലൈഫ് കൊടുക്കേണ്ടിയിരുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെറിയ രീതിയിൽ മിസ്സായി പോയി. ആൻഡ് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസി തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഇതിൻ്റെ ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള മൈക്കിൾ ബേ തന്നെയാണ്. ആൻഡ് മൈക്കിൾ ബേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താ പറയുക, ഗായ് ഓഫ് എക്സ്പ്ലോഷൻ ഹോളിവുഡ് ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒരു കൊച്ചു കുഞ്ഞിന് വരെ പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പുള്ളിക്കാരന് കുറേ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് ബാഡ് ബോയ്സിൻ്റെ ആദ്യത്തെ 2 സിനിമ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ വിൽ സ്മിത്തും അതുകൂടാതെ തന്നെ മാർട്ടിൻ ലോറൻസും കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ തന്നെ ഈ സിനിമയുടെ വൈബ് തന്നെ മൊത്തത്തോടെ മാറുക തന്നെയാണ്. ആൻഡ് നമുക്ക് ഫൈനലി ഈ ഒരു ഫ്രാഞ്ചൈസിലെ നാലാമത്തെ സിനിമ തന്നെയാണ് റൈഡ് ഓർ ഡൈയിൽ കൂടി നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി നമ്മൾ സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവിടുത്തെ ക്യാപ്റ്റൻ്റെ നിരവധിത്വം തെളിയിക്കാൻ വേണ്ടി പോയിട്ട് ഇവർക്ക് തന്നെ പണി കിട്ടി ഇവർ ഫ്യൂജിറ്റീവ് ആകുന്നതാണ് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ വിട്ടുപോയി. കാരണം ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൈക്കിൾ ബേ അല്ല, മൂന്നാമത്തെ സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൈക്കിൾ ബേ അല്ലായിരുന്നു. അവർ തന്നെയാണ് ഈ നാലാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 2 സിനിമ മാത്രമാണ് മൈക്കിൾ ബേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നില്ല ഇതൊരു മൈക്കിൾ ബേയുടെ സിനിമയല്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നില്ല. കാരണം എന്തൊക്കെയായിരുന്നു ആദ്യത്തെ 2 സിനിമയ്ക്കകത്ത് മൈക്കിൾ ബേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എക്സ്പ്ലോഷൻസ് ആണെങ്കിലും സ്ലോ മോഷൻ സീൻസ് ആണെങ്കിലും അതുകൂടാതെ തന്നെ ആ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ മൂന്നാമത്തെ സിനിമയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നമുക്ക് എന്താണ് നാലാമത്തെ സിനിമയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ആക്ഷൻ കോമഡി സിനിമ തന്നെയാണ്. ആൻഡ് ആക്ഷൻ കോമഡി സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി രീതിയിൽ തന്നെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന ബാഡ് ബോയ്സിന് തന്നെ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ആക്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് പലയധികം രീതിയിൽ കോമഡീസ് നമുക്ക് ഇതിന് മുമ്പുള്ള സിനിമയിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു തരി പോലും കുറവില്ലാതെ നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് ലഭിക്കുന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി അതിനകത്ത് എടുത്ത് പറയേണ്ട മാർട്ടിൻ ലോറൻസിനെയും വിൽ സ്മിത്തിൻ്റെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ്. ഇവർ ഡൈനാമിക് ഡ്യൂവോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആദ്യത്തെ ആ ഒരു 90s 2000 ഫസ്റ്റ് സിനിമ ഇറങ്ങിയത്, അപ്പം മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതുകൂടാതെ തന്നെ ഇവരുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഗ്രോത്ത് ആണെങ്കിൽ തന്നെ. കാരണം നമുക്ക് എപ്പോഴും അറിയാം മാർട്ടിൻ ലോറൻസിൻ്റെ ഒരു ക്യാരക്ടർ ഒരു ഫാമിലി മാനാണ്. ആൻഡ് വിൽ സ്മിത്ത് ഭയങ്കര കൂളായിട്ടുള്ളൊരു കോപ്പാണ്. ആൻഡ് അതേപോലത്തെ ഒരു കാര്യം ആ ഒരു വൈബ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് അവർ ആക്ച്വലി നിലനിർത്തിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഫാമിലി ഡൈനാമിക്കും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ സിറ്റുവേഷൻ ഈ ഒരു 2 ക്യാരക്ടർ വീണ്ടും ബാഡ് ബോയ്സ് ആയിട്ട് പോകുമ്പോഴത്തെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം. ആൻഡ് അത് സൂപ്പറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് എടുത്ത് പറയേണ്ട ക്രെഡിറ്റ് ആദ്യമെന്ന് വെച്ചാൽ അത് മാർട്ടിൻ ലോറൻസിൻ്റെ തന്നെയാണ്. ഒരിക്കൽ കൂടി കോമഡിയിലെ ഒരു കിഡിലനായിട്ടുള്ളൊരു ആക്ടർ എന്നുള്ളൊരു കാര്യം കൂടി പുള്ളിക്കാരൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ സീൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പുള്ളിക്കാരൻ്റെ കോമഡി ടൈമിങ് ഒരു രക്ഷയില്ല. അത്രയും പൊളിയായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ് മാർട്ടിൻ ലോറൻസ്. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വിൽ സ്മിത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട മാർട്ടിൻ ലോറൻസിനെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്താ പറയേണ്ടത്, ഒരു ചെറിയൊരു സീൻ കൊടുത്ത് അവർ ആ ഒരു സീനിനകത്ത് വരെ നമ്മളെ ചിരിപ്പിക്കാനുള്ളൊരു കഴിവ് പുള്ളിക്കാരനുണ്ട്. ആൻഡ് അത് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈസി ആയിട്ട് തന്നെ ചിരിപ്പിക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മൈക്കിൾ ബേയുടെ പോലെയുള്ള ആക്ഷൻസ് എക്സ്പ്ലോഷൻസ് ആ ഒരു സ്ലോ മോഷൻ എല്ലാം കൂടി വരുമ്പോഴത്തേക്കും വേറൊരു ലെവൽ തന്നെയാണ് ആക്ഷൻ സീക്വൻസിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് മാർട്ടിൻ ലോറൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് വിൽ സ്മിത്തിൻ്റെ ഒരിക്കൽ കൂടി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി ബാഡ് ആയസ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ എങ്ങനെയായിരിക്കണം അതെല്ലാം നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്തും പുള്ളിക്കാരൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ് ഈ ഒരു സിനിമയുടെ നട്ടലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ ഇത്രയാണ് നിങ്ങളോട് പറയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡിൽ ഒരു ആക്ഷൻ സിനിമ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കോമഡി ആയിട്ടുള്ളൊരു ആക്ഷൻ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ പോയി ബാഡ് ബോയ്സിൻ്റെ ഈ ഒരു പുതിയ സിനിമ നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിൽ സ്മിത്ത് ആണെങ്കിലും മാർട്ടിൻ ലോറൻസിനെ നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി ലഭിക്കുന്നത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ കിഡിലനായിട്ടുള്ള നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ട് തന്നെയാണ് ഈ നാലാമത്തെ പാർട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഇനി സിനിമയുടെ പോരായ്മയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
സിനിമയുടെ കഥ ഭയങ്കര ഷോർട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഷോർട്ട് കഥ ഇവർക്ക് റൺ ടൈം കൂട്ടാൻ വേണ്ടി ഇത് അവർ റബ്ബർ ബാൻഡ് പോലെ പല രീതിയിലും വലിച്ചു നീട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം രീതിയിലുള്ള സൈഡ് മിഷനും സൈഡ് ട്രാക്കിങ്ങും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആ ഒരു മെയിൻ പ്ലോട്ടിൽ നിന്ന് ഡൈവേർട്ട് ആയി പോകുന്നതാണ് നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് മാറ്റി വെച്ച് ജസ്റ്റ് ഒരു സിമ്പിൾ പ്ലോട്ടാണെങ്കിൽ 1 മണിക്കൂർ പോലും സിനിമയുടെ കഥ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് അവർ അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ സിനിമയ്ക്കകത്ത് ഒത്തിരി രീതിയിലുള്ള റിവീൽസ്, ട്വിസ്റ്റ്, ടേൺസ് എല്ലാം ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതെല്ലാം ഭയങ്കര പ്രെഡിക്റ്റബിൾ തന്നെയാണ്. നിങ്ങൾ ആദ്യം പോലെ തന്നെ അതായത് സിനിമയുടെ ആ ഒരു പ്ലോട്ട് നോക്കി കാണുവാൻ നിങ്ങൾക്ക് അറിയാം ഫൈനലി എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു കാര്യം തന്നെ. സോ ആ ഒരു കാര്യം മാത്രമാണ് സ്ക്രിപ്റ്റിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒന്നും വെച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ കാരണം അതിനേക്കാളും കുറച്ചും കൂടി ലോജിക്ക് ഈ സിനിമയ്ക്കകത്തുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ കോമഡി സിനിമ നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് തരാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രേ പറയുള്ളൂ, ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സിനിമ എന്താണെങ്കിലും ഉണ്ട്, നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 6 out of 10 തന്നെ ഞാൻ പറയും. ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ബാഡ് ബോയ് ഫ്രാഞ്ചൈസിയിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഏതായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ബാഡ് ബോയ്സിന്റെ 2ാമത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്താണ് ഈ ഒരു ഹമ്മർ എടുത്തിട്ട് മറ്റേ ബിൽഡിങ്ങിന്റെ പൊക്കത്തോടെയൊക്കെ ചാടിച്ചോണ്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് 1 ആണോ 2? 2 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ബാഡ് ബോയ്സിന്റെ പാർട്ട് ഏതാണ്, നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് മാർട്ടിൻ ലോറൻസിന്റെ അല്ലെങ്കിൽ വിൽ സ്മിത്തിന്റെ സിനിമ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ റീസെന്റ് നമ്മുടെ വെനത്തിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷനും ബ്രേക്ക് ഡൗൺ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോസ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.